ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു തിയററ്റിക്കൽ ക്ലാസ് ആണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളൊരു ഡ്രസ്സൊക്കെ ഇടാൻ നേരത്ത് ചില സമയത്ത് നമ്മുടെ ഷോൾഡർ ഊർന്നു വരാറുണ്ട് അല്ലേ? പ്രത്യേകിച്ച് ബ്ലൗസ്, ചുരിദാർ, കുർത്തീസ് ഒക്കെ ഇടാൻ നേരത്ത് നമുക്ക് ഷോൾഡേഴ്സ് ഇങ്ങനെ മലന്നു പോകുന്നതിനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഫീൽ ചെയ്യും. ചില ഡ്രസ്സൊക്കെ ഇടുമ്പോൾ മലന്നു പോകത്തില്ല, പക്ഷെ ഷോൾഡറിന്റെ അവിടെ ചെറിയൊരു ലൂസ് പോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ? അതിനുള്ള റീസൺ എന്തായിരിക്കും? പൊതുവെ ഈ കഴുത്തിറങ്ങുന്ന സമയങ്ങളിലായിരിക്കും നമുക്കത് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിറങ്ങുന്നതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ഷോൾഡർ കുറച്ച് കുറച്ച് വരണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ ഷോൾഡർ പോയിന്റ് നല്ല പിടിച്ച് നിൽക്കത്തുള്ളൂ. അപ്പൊ കഴുത്തിറക്കമാണെന്നുള്ളത് മനസ്സിലായി. എന്തിന്റെ കഴുത്തിറക്കമാണ് എന്നുള്ളതായിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഡൗട്ട്. നമുക്ക് ഫ്രണ്ട് നെക്കും ഉണ്ട്, ബാക്ക് നെക്കും ഉണ്ട്. ഫ്രണ്ട് നെക്ക് നമുക്ക് ഇഷ്ടമുള്ളത്രയും നമുക്ക് ഇറക്കുകയും കയറ്റുകയും എന്തൊക്കെ ഡിസൈൻസ് വേണമെങ്കിലും കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ബാക്ക് നെക്ക് നമ്മൾ ഇറക്കുന്നതിനനുസരിച്ച് ഷോൾഡറിന്റെ വാല്യൂ കുറച്ച് കുറച്ച് കൊണ്ടുവരണം. അപ്പൊ റീസൺ ശരിക്കും എന്താണ്? കഴുത്ത് മലന്നു പോകാനായിട്ടുള്ള കാരണം നമ്മുടെ ബാക്ക് നെക്ക് ലെങ്ത് എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ ഷോൾഡർ കുറയ്ക്കാത്തത് കൊണ്ടാണ് നമ്മുടെ കഴുത്ത് മലന്നു പോകുന്നത്. അപ്പോൾ ഇത് മാറ്റാനായിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എത്ര നെക്ക് ലെങ്ത് ഡീപ്പ് ആക്കിയാലും നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നമ്മുടെ വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് എത്ര ഷോൾഡർ എടുക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന ഫുൾ ഷോൾഡർ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് 14 ഇഞ്ചാണ്. അപ്പം ഷോൾഡറിന്റെ ഷോർട്ട് ഫോം ആണ് ഞാൻ SH എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. അത് 14 ഇഞ്ചാണ്. ഇനി നമ്മൾ ഈ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഫുൾ ഷോൾഡർ ആണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്? ഒരിക്കലും അല്ല. ഷോൾഡറിന്റെ നേർപകുതി ആയിരിക്കും അല്ലേ? അപ്പൊ അത് നമ്മൾ ആദ്യമേ ഇവിടെ കണ്ടുപിടിച്ച് വെക്കുക. 14 ഡിവൈഡഡ് ബൈ 2 എത്രയായിരിക്കും? 7 ഇഞ്ചായിരിക്കും നമുക്ക് ഷോൾഡറിന്റെ പകുതി കിട്ടുന്നത്. അത് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചു. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മൾ ബാക്ക് നെക്ക് ലെങ്ത്, അതായത് പുറകിലത്തെ കഴുത്ത് നമുക്ക് എത്ര വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. ഞാനിവിടെ ബാക്ക് നെക്ക് ലെങ്ത്തിന്റെ ഷോർട്ട് ഫോം ആണ് BNL എന്നിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അതൊരു 6 ഇഞ്ച് കണക്കാക്കിയാണ്. എനിക്ക് ബാക്കിൽ 6 ഇഞ്ച് വേണം എന്നുള്ളത് ഞാൻ കണക്കാക്കിയാണ്. ഇനിയാണ് നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ ബാക്ക് നെക്ക് ലെങ്ത് എടുക്കുന്നത് അതിൽ നിന്ന് 2 ഇഞ്ച് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ബാക്ക് നെക്ക് ലെങ്ത് എത്രയാണോ അതിൽ നിന്ന് 2 ഇഞ്ച് കുറയ്ക്കുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ബാക്ക് നെക്ക് ലെങ്ത് എത്രയാണ്? 6 ഇഞ്ചാണ്. അതിൽ നിന്ന് 2 ഇഞ്ച് കുറയ്ക്കുക. അതിൽ നിന്ന് നമ്മൾ 2 ഇഞ്ച് കുറയ്ക്കുമ്പം നമുക്ക് 4 ഇഞ്ചാണ് കിട്ടുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബാക്ക് നെക്ക് ലെങ്ത്തിൽ നിന്ന് 2 ഇഞ്ച് കുറയ്ക്കുമ്പം കിട്ടുന്ന ഉത്തരം എത്രയാണോ അതിന്റെ കൂട്ടത്തിൽ 0.25 ഇഞ്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആ കിട്ടുന്ന ആൻസർ എത്രയാണോ അതിനെ 0.25 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാക്ക് നെക്ക് ലെങ്ത്തിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചപ്പോൾ കിട്ടിയത് 4 ഇഞ്ചായിരുന്നു. 4 ഇഞ്ചിന്റെ കൂട്ടത്തിൽ നമ്മൾ 0.25 ഇഞ്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 4 ഇൻറ്റു 0.25 ഇഞ്ച്. അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 1 ഇഞ്ചാണ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് 1 ഇഞ്ചാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത എന്താ പറയുന്നത്? ഈ കിട്ടിയിരിക്കുന്ന ഉത്തരം എത്രയാണോ അതിനെ നമ്മൾ ഓൾറെഡി ഷോൾഡറിന്റെ നേർപകുതി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് കുറയ്ക്കുക. അതായിരിക്കും നമ്മുടെ ഫൈനൽ ഷോൾഡർ കൊടുക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഷോൾഡറിന്റെ പകുതി കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന വാല്യൂവിൽ നിന്നും ഈ സെക്കൻഡ് സ്റ്റെപ്പ്, അതായത് ഈ B, അത് നമ്മൾ കുറയ്ക്കുക. അതാണ് ഞാൻ B എന്ന് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പാണ് കേട്ടോ. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പാണ്. അത് കുറയ്ക്കുക. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഷോൾഡറിന്റെ പകുതി എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. അതിൽ നിന്ന് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിൽ കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. അത് കുറച്ചപ്പം നമുക്ക് 6 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ.
അതായത് നമ്മുടെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ നേർപകുതി നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ ബാക്ക് നെക്ക് ലെങ്ത് എത്രയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 2 ഇഞ്ച് കുറയ്ക്കുക. അന്നേരം നമുക്ക് 4 ഇഞ്ച് കിട്ടി. ആ 4 ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ 0.25 ഇഞ്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 1 ഇഞ്ച് കിട്ടി. ആ 1 ഇഞ്ച് ആയിരിക്കണം നമ്മൾ ഷോൾഡറിൻ്റെ നേർപകുതി കണ്ടുപിടിച്ച് അതിൽ നിന്ന് കുറയ്ക്കേണ്ടത്. അങ്ങനെയാണ് നമുക്ക് 6 ഇഞ്ച് കിട്ടുന്നത് കേട്ടോ. കഴുത്തിറക്കം 6 ഇഞ്ച് ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഷോൾഡർ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 6 ഇഞ്ച് ആയിരിക്കണം. അപ്പൊ ഇതാണ് ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ നമുക്ക് എല്ലാ നെക്ക് ലെങ്തിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ബാക്ക് നെക്ക് ലെങ്ത് ആണ്. ഫ്രണ്ട് നെക്ക് ലെങ്ത്തിന് പ്രത്യേകിച്ച് ഇക്വേഷൻസ് ഒന്നുമില്ല. ബാക്കിൽ നമ്മൾ എത്രത്തോളം കഴുത്തിറങ്ങുന്നോ അതിനനുസരിച്ച് ഷോൾഡർ നമുക്ക് പിടിച്ച് തന്നെ കിടക്കണം. അതിന് ഈ ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പം എല്ലാവരും ഈ ഒരു ഇക്വേഷൻ ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങളൊരു ഡ്രസ്സ് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. അപ്പം കഴുത്തിറക്കം ഒത്തിരി ഇറങ്ങുന്ന കേസിലാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. കഴുത്തൊത്തിരി കയറിയ കഴുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫുൾ ഷോൾഡറിൻ്റെ പകുതി തന്നെ മാർക്ക് ചെയ്താൽ മതിയാകും. അപ്പം ഈ ഒരു ഇക്വേഷൻ വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.